നമസ്കാരം. സമാധാനത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സംയുക്ത സൈനിക നീക്കം ലോകത്തെ രണ്ട് ചേരികളായി വിഭജിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ഒരു ആഗോള യുദ്ധത്തിന്റെ കാഹളമാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആക്രമണം തുടങ്ങിയതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ കൃത്യമായ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അണിനിരന്നു കഴിഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കുവാനും ഭീകരതയെ തുടച്ചു നീക്കാനുമാണ് ഈ നീക്കമെന്നാണ് ഇവരുടെ വാദം. അതേസമയം മറുവശത്ത് കരുത്തായ റഷ്യയും ചൈനയും ഇറാന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇറാന് നേരെയുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് റഷ്യ. സിറിയ, ഇറാഖ്, യമൻ, ലെബനൻ എന്നീ രാജ്യങ്ങളും ഇറാനൊപ്പം ചേർന്നതോടെ പശ്ചിമേഷ്യ ഒന്നടങ്കം പുകയുകയാണ്. ഇറാന്റെ നീക്കങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട് ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്തേക്ക് ചായുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗൾഫ് മേഖലയുടെ സുരക്ഷ മുൻനിർത്തി പാകിസ്ഥാനും ഈ ചേരിക്കൊപ്പമാണ് നിലയുറച്ചിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ഈ പ്രാദേശിക ഐക്യം വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. ലോകം യുദ്ധോത്സരമായി നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യയും ജപ്പാനും. ഇരുപക്ഷവും അത്യന്തം സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. എങ്കിലും അന്താരാഷ്ട്ര വ്യാപാര പാതകളും എണ്ണ വിതരണവും തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഈ യുദ്ധം കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് കോടിക്കണക്കിന് ഡോളറുകളുടെ ആയുധ വ്യാപാരവും എണ്ണ വിപണിയും ഇതിന് പിന്നിലുണ്ടെന്ന് നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുമ്പോൾ ആഗോള എണ്ണവില കുതിച്ചുയരുന്നത് റഷ്യയെ പോലുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിൽക്കുന്ന അമേരിക്കൻ കമ്പനികൾക്കും ലാഭകരമാകും. എന്നാൽ ഇത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കും. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർത്തിയാക്കിയെന്ന സൂചനകൾ നിലനിൽക്കെ ഈ യുദ്ധം ഒരു ആണവ യുദ്ധത്തിലേക്ക് മാറുമോ എന്ന ഭീതിയിലാണ് ലോകം മുഴുവൻ. റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലുള്ള ആയുധ ശേഖരവും ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ ഇത് മനുഷ്യരാശിയുടെ തന്നെ അന്ത്യത്തിന് കാരണമായേക്കാം. ആണവശക്തികൾ നേർക്കുനേർ നിൽക്കുന്ന ഈ സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോക ജനത. വൻ ശക്തികൾ ആയുധങ്ങൾ താഴെവെച്ചില്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാകും വരും നാളുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോവുക. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.